അമേരിക്കയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് യമനിൽ. അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ചേർന്നാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ആക്രമണങ്ങളുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ വന്നിരിക്കുന്നു. 36 ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയല്ലേ? തീർച്ചയായും മനു 13 ഇടങ്ങളിലുള്ള 36 ഹൂതി കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി എന്നാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും അറിയിച്ചിരിക്കുന്നത്. ഇത് ചെങ്കടലിൽ ഹൂതി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആക്രമണങ്ങൾ എന്നാണ് അമേരിക്കയും ബ്രിട്ടനും ഉൾപ്പെടെ പറയുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. ഈ ഗാസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തുന്ന അധിനിവേശത്തിനെതിരെ കാര്യമായ പ്രതിരോധവും ചെറുത്തുനിൽപ്പും പ്രതിഷേധവും എല്ലാം തന്നെ ഹൂതി ഉയർത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ചെങ്കടലിൽ ഇത്തരത്തിൽ ഇസ്രായേലിൻ്റെ കപ്പലുകൾക്ക് നേരെ ഉൾപ്പെടെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നതും അവയെ തടഞ്ഞു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുമൊക്കെ. പക്ഷേ അതിപ്പോൾ അമേരിക്ക ഒരു അവസരമായി കണ്ട് ഈ യമനിൽ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനുള്ള ഒരു അവസരവും കാരണവുമായി കാണുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പറഞ്ഞ ഭീകര കേന്ദ്രങ്ങൾ തകർത്തു എന്നൊക്കെയാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തിരിച്ചടി തുടരും എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് അമേരിക്കയുടെ സൈനിക കേന്ദ്രത്തിന് നേരെ ആക്രമണം ഉണ്ടായത്. അത് ആ ആക്രമണത്തിന് പിന്നിൽ ഹൂതികളാണ് എന്ന ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള അതിൻ്റെ മറുപടി എന്ന രീതിയിലാണ് ഹൂതികളെ അടിച്ചമർത്തുന്നത് വരെ തങ്ങൾ ഇത്തരം നടപടികൾ തുടരും എന്ന് തന്നെയാണ് അമേരിക്കയും വ്യക്തമാക്കുന്നത്. ഈ അമേരിക്കയ്ക്കും ബ്രിട്ടനും ഒപ്പം മറ്റ് ചില രാജ്യങ്ങൾ കൂടി ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ അവർക്കൊപ്പം ചേരുന്നു എന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നുണ്ട്. ഏതായാലും ആ ഒരു മേഖലയാകെ വലിയൊരു സംഘർഷത്തിലേക്ക് പോകുന്ന സാഹചര്യം തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം ഇറാഖ് ഉൾപ്പെടെ പറയുന്നു, ഇറാഖും സിറിയയും ഒക്കെ ഈ വിഷയത്തിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രകോപനങ്ങൾ അത് ഒരിക്കലും ഈ ഒരു ഭീകരവാദം അടിച്ചമർത്തുക എന്നതുൾപ്പെടെയുള്ള അവർ പറയുന്ന കാര്യങ്ങളല്ല, അത് മേഖലയിൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. തങ്ങളും എല്ലായ്പ്പോഴും ഈ ക്ഷമ തുടരണമെന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് ഇറാഖും സിറിയയും ഒക്കെ ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതികരണവുമായി രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി ഉള്ളത്. മേഖല അശാന്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവവികാസങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത്. തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഇസ്രായേലിൻ്റെ പലസ്തീന് മേലുള്ള, ഗാസയ്ക്ക് മേലുള്ള കടന്നുകയറ്റം അത് ആ പ്രദേശത്തിനപ്പുറത്തേക്ക് ലോകത്തിൻ്റെ മുഴുവൻ ചലനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കാരണം ഈ ചെങ്കടലിലൊക്കെ ഏറ്റവും കൂടുതൽ ചരക്കു നീക്കം കപ്പൽ മാർഗ്ഗങ്ങളിലൊക്കെ നടക്കുന്നതാണ്. അവിടെ ഹൂതികൾ വലിയ ആക്രമണം ഈ കപ്പലുകൾക്കെതിരെ, പ്രത്യേകിച്ചും ഇസ്രായേൽ, അമേരിക്കൻ, UK ഓണർഷിപ്പിലുള്ള കപ്പലുകൾക്കെതിരെ നടത്തുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ആ രീതിയിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. സൂയസ് കനാൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തെ അടക്കം ബാധിക്കുന്ന രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കും എന്ന രീതിയിലാണിപ്പോൾ ഈ പ്രശ്നം എത്തി നിൽക്കുന്നത്. ഏറ്റവും നമുക്കറിയാം, ഗാസയിൽ നമ്മൾ കാണുന്നത് ഏറ്റവും സങ്കടകരമായ കാര്യം തന്നെയാണ്. എത്രയോ ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ മരിച്ചു വീഴുന്നു. ആ ആക്രമണത്തിനെതിരെ ഹൂതികൾ വലിയ പ്രതിഷേധം ഉയർത്തിയിരുന്നു, പ്രതിരോധം തീർത്തിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ ചേർന്നുകൊണ്ട് അവരുടെ ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നത്. വിവരങ്ങളാണ് നിഖിൽ നൽകിയത്.